ഹലോ നമസ്കാരം. നിങ്ങളുടെ മനസ്സിൽ ഒരു യെസ് ഓർ നോ ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഞാൻ 2 കാർഡുകൾ നിങ്ങൾക്ക് കാണിക്കും. ഇതാണ് കാർഡ് നമ്പർ 1. ഓക്കെ, ഇനി ഒരു കാർഡും കൂടെ ഞാൻ ഷഫിൾ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കിട്ടി. കാർഡ് നമ്പർ 2. ഇതിലൊന്ന് നിങ്ങൾ ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങളുടെ ക്വസ്റ്റ്യനെ കുറിച്ച് ചിന്തിച്ച് ഇൻറ്റ്യൂറ്റീവ്ലി ഇതിലൊന്ന് ചൂസ് ചെയ്യുക. കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2. കാർഡ് നമ്പർ 1 ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരം മേ ബി എന്നാണ്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് എന്താണോ ഈ ഒരു ചോദ്യത്തിനെ കുറിച്ച് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തരുന്ന ഒരു ഉത്തരം ഉണ്ടല്ലോ, യെസ് എന്നെങ്കിൽ യെസ്, നോ എന്നെങ്കിൽ നോ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന ആ ഉത്തരമുണ്ട്, അതാണ് നിങ്ങൾക്കുള്ള ഉത്തരം. അതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ചിലപ്പോൾ ആ ഉത്തരം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതോ ആയിരിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കണ്ടപ്പോൾ അതിലൊന്ന് ചോദിച്ചു നോക്കാം എന്ന് വിചാരിച്ചത്. പക്ഷെ അതാണ് ഉത്തരം. അതാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതാണ് നിങ്ങൾക്കുള്ള ഉത്തരം. അതിനെ അംഗീകരിക്കുക, സ്വീകരിക്കുക. കാർഡ് നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ മൂവ് ഫോർവേഡ്, ഡോണ്ട് വെയിറ്റ്, ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് നൗ. അപ്പോൾ ഇവിടെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക പാത്തിലൂടെ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അത് സ്വീകരിക്കണോ വേണ്ടയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചിന്തയായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനാണ് അവിടെ യെസ് ഓർ നോ ചോദിക്കുന്നത് എന്ന് കാണുന്നു. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. നിങ്ങൾ അവിടെ ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണോ എടുക്കേണ്ടത് അത് എടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഈ യെസ് അല്ലെങ്കിൽ നോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. റൈറ്റ് പാത്തിലാണ് നിങ്ങൾ പോകുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണോ എടുക്കേണ്ടത് അത് എടുക്കുക. അടുത്ത ആക്ഷൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു.